പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ച ജി സുധാകരൻ കേരള സമൂഹത്തിൽ അരാജകത്വം പടർന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് അത് വകവയ്ക്കുന്നില്ല. ചെയ്യേണ്ട കാര്യം ചെയ്താൽ ആർക്കും നന്നായി ഭരിക്കാൻ സാധിക്കുമെന്നും ജി സുധാകരൻ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഒരു വിമർശനം മുന്നോട്ട് വയ്ക്കുകയാണ്. അരാജകത്വം പടർന്നുകൊണ്ടേയിരിക്കുകയാണ് കേരളീയ സമൂഹത്തിൽ. പോലീസിനെ ഒന്നും വകവെക്കുന്നില്ല. എന്ത് വകവെക്കുന്നത്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ അത് വായിച്ച് നമുക്ക് സംരക്ഷണം കൊടുക്കാതിരുന്നതുകൊണ്ടല്ലേ 2 പേരെ വെട്ടിക്കൊന്നത്. അവർ ആ കുട്ടികളോട് കൊടുത്തല്ലേ പരാതി. സസ്പെൻഷൻ പണിഷ്മെൻ്റ് ഒന്നുമല്ല. 6 മാസം കഴിഞ്ഞാൽ മുഴുവൻ ശമ്പളം കിട്ടും. പലരും സസ്പെൻഷൻ ചോദിച്ചു വാങ്ങും, എന്നെ ഒന്ന് സസ്പെൻഡ് ചെയ്തേക്കണേ, എനിക്ക് ഒരു ഫൈനാൻസ് കമ്പനി ഉണ്ട്, ഞാൻ അവിടെ പോയിട്ട് അത് നടത്തിക്കോട്ടെ, ശമ്പളം എന്ന് വെച്ചാൽ മതി. ഇതൊക്കെ ആരോട് പറയാനാണ്? നിങ്ങൾ വകുപ്പുകളൊക്കെ നന്നായി ഭരിച്ച കാര്യം പറഞ്ഞത് ചുമ്മാ ഭരിക്കുന്നതാണോ? അതിനൊക്കെ ഇവിടെ ഉറക്കം കളയുന്നതുകൊണ്ടാണ്. നന്നായിട്ട് ആർക്കും ഭരിക്കാൻ പറ്റും. നന്നായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി, ചെയ്യേണ്ടാത്ത കാര്യം ചെയ്യരുത്. ചെയ്യേണ്ട കാര്യം ചെയ്താൽ ആർക്കും നന്നായി ഭരിക്കാൻ സാധിക്കും എന്നാണ് മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ പറയുന്നത്. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, ഇത് ഏത് വേദിയിലാണ് ജി സുധാകരൻ്റെ ഈ വിമർശനവും ഒരു മുന്നറിയിപ്പും ഏത് വേദിയിലായിരുന്നു? വിജയകുമാർ, അമ്പലപ്പുഴയിൽ ഒരു പൊതുവേദിയിൽ വെച്ചായിരുന്നു ജി സുധാകരൻ്റെ ഇത്തരത്തിലുള്ള വിമർശനം. ഇങ്ങനൊരു വിമർശനം പുതുമയല്ല. പക്ഷേ നേരത്തെയൊക്കെ തന്നെ അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് പൊതുവിലായിരിക്കും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. പല സംഭവങ്ങളുണ്ടെങ്കിൽ ആ സംഭവങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. നേരത്തെയൊക്കെ തന്നെ ഈ പൊതുമരാമത്ത് ആഭ്യന്തര വകുപ്പിനെതിരെ അദ്ദേഹം നിരന്തരമായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിപ്പോൾ നെന്മാറ ഇരട്ട കൊലപാതകത്തിലാണ്. ആ സംഭവത്തിൽ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ വലിയ അരാജകത്വം വളർന്നു വരുന്നു. പക്ഷേ പോലീസ് അതിനൊന്നും വകവയ്ക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഇരട്ട കൊലപാതകത്തിന് മുൻപ് കുടുംബം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും പോലീസ് അത് ഗൗരവമായി കണ്ടില്ലെന്നും അവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കാത്തത് കൊണ്ടാണ് ഇരട്ട കൊലപാതകം ഉണ്ടായത് എന്നുള്ള വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ CIക്ക് നൽകിയിട്ടുള്ള ഒരു പണിഷ്മെന്റ്, അത് സസ്പെൻഷൻ, അത് പിന്നീട് 6 മാസം കഴിഞ്ഞാൽ പിന്നീട് സർവീസിൽ പ്രവേശിക്കുമ്പോൾ അത് ഇരട്ടി ശമ്പളത്തോടു കൂടി അത് സർവീസിലേക്ക് കയറാൻ പറ്റുന്നു. അങ്ങനെ ആഭ്യന്തര വകുപ്പിനെ നേരിട്ടൊരു സംഭവം എടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയാണ്. നേരത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റൊക്കെ തന്നെ വൈകിയ ഘട്ടത്തിലും ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചുകൊണ്ട് ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ നല്ല പോലെ ഉറക്കമുളയ്ക്കാമെങ്കിൽ ആർക്കും ഭരിക്കാം, അത് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് അദ്ദേഹം ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമ്മേളന കാലയളവിലൊക്കെ തന്നെ ജി സുധാകരനും CPM നേതൃത്വവുമായി വലിയ അകൽച്ചയിലായിരുന്നു. സർക്കാർ പരിപാടികളിൽ പോലും അദ്ദേഹത്തെ ഒരു പരിപാടി ക്ഷണിതാവായിട്ടോ പോലും ക്ഷണിക്കാത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിമർശനം എന്താണെങ്കിൽ അദ്ദേഹം ആവർത്തിക്കുന്നത്. വിജയകുമാർ, യെസ്, അദ്ദേഹം CAയെ സസ്പെൻഡ് ചെയ്ത് SHOയെ സസ്പെൻഡ് ചെയ്ത നടപടിയൊക്കെ വിമർശിക്കുന്നുണ്ട്. അതൊരു നടപടിയൊന്നുമല്ല. 6 മാസം കഴിഞ്ഞാൽ, അല്ലെ അതിനു മുമ്പ് മുഴുവൻ ശമ്പളത്തോടെ തിരികെ എത്തും. പലരും എന്നെ ഒന്ന് സസ്പെൻഡ് ചെയ്യൂ എന്ന് ആവശ്യപ്പെടുകയാണ്. ആ കാലത്താണ് വലിയ ഒരു നടപടി എന്ന നിലയിൽ ഒരാളെ സസ്പെൻഡ് ചെയ്തതെന്നൊക്കെ അദ്ദേഹം പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് ചെയ്യേണ്ട കാര്യം ചെയ്താൽ ആർക്കും നന്നായി ഭരിക്കാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മുന്നറിയിപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുന്നറിയിപ്പാണ്, ഒരു പരിഹാസമാണ്, ഒരു വിമർശനമാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.